ചിലപ്പോൾ ശരിയാവുമെന്ന് അറിയില്ല. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിന്ന് നീർദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തു, പിന്നെ ഒരു കപ്പ് റവ എടുത്തു, പിന്നെ ആവശ്യത്തിന് ഇത്തിരി തേങ്ങ, ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇട്ടു. പിന്നെ അത് കുറച്ച് റവ മാറ്റി വെച്ചിട്ട് അത്ര റവ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് റവ ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിൽ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കലക്കുക. പച്ചവെള്ളമായിരിക്കും, നല്ലോണം വെള്ളം വേണം. കണ്ടില്ലേ, ഇതാ വെള്ളം കണ്ടില്ലേ, വെറും വെള്ളം മാതിരിയാണിത്. എന്നാലാണ് ഇതിൻ്റെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഒഴിക്കുമ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എങ്കിലേ അതിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. അടിപൊളി ടേസ്റ്റാണത്. നമുക്കത് വെറുതെ പഞ്ചസാര കൂട്ടി വേണമെങ്കിൽ കഴിക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അത് ടേസ്റ്റ് നോക്കാൻ പറയാം. ടേസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ ഇന്നലെ വെച്ചതാണ്. അപ്പോൾ ഇത് ഗ്രേവി കൂട്ടിയിട്ട് കഴിച്ചാൽ മതി. തപ്പത്തിരി നോക്കുന്നു. തരാട്ടോ, എടുക്കട്ടെ. എൻ്റെ ഈ ഭാഗത്തുനിന്ന് ഗ്രേവി കൂട്ടിയിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് കഴിക്കും. കൊള്ളാം, നല്ല ടേസ്റ്റാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി തിന്നാൻ എത്രണ്ണം വേണമെങ്കിലും തിന്നാം. കറിയൊന്നും വേണമെന്നില്ല. ഒരു പഞ്ചസാര ഉണ്ടെങ്കിൽ മതി. അത് നിർബന്ധമില്ല. വെറുതെ തിന്നാനൊന്നും ഇത് നല്ല രസമാട്ടോ. അപ്പോൾ എനിക്ക് പഞ്ചസാര കൂട്ടി തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ ചിക്കൻ കൂട്ടിയിട്ടാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ, ഈ കൊച്ചു വീഡിയോ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും ചെയ്യും. വെള്ളം നല്ലോണം ഒഴിക്കണം. പിന്നെ എപ്പോഴും ഓരോ തവി ഒഴിക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം, അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കും. മാവ് അതിൻ്റെ അടിയിൽ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. താങ്ക് യു.